എല്ലാവർക്കും നമസ്കാരം. അതെ, ക്ലാസ്സുകൾ നടത്തുന്ന സമയത്ത് പല കുട്ടികളുടെ ഒരു ആവേശമാണ് ശരിക്കും പറഞ്ഞാൽ മർച്ചന്റ് നേവി അല്ലെങ്കിൽ മറൈൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കാര്യങ്ങൾ എന്നുള്ളത്. അതായത് ഒരുപാട് കരിയേഴ്സും അതിന് റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ലാത്തതാണ്. മറൈൻ ഓപ്പറേഷൻ മാനേജർ, മറൈൻ ഇൻഷുറൻസ് സ്പെഷ്യലിസ്റ്റ്, ടെർമിനൽ മാനേജർ, ഷിപ്പിംഗ് ഏജന്റ്, ഡെക്ക് ഓഫീസർ, മറൈൻ പൈലറ്റ്, അതുപോലെ തന്നെ മറൈൻ ടെക്നീഷ്യൻ, അതുപോലെ തന്നെ മറൈൻ എഞ്ചിനീയർ, പ്രൊജക്ട് മാനേജർ, ഓപ്പറേഷൻ മാനേജർ, മറൈൻ സൂപ്പർവൈസർ, കൺസൾട്ടന്റ്, റിസർച്ചേഴ്സ്, നേവൽ ആർക്കിടെക്ചർ, ഓഫ് ഷോർ എഞ്ചിനീയർ, മറൈൻ എഞ്ചിനീയർ, റിസർച്ച് സയന്റിസ്റ്റ്, പ്രൊജക്ട് മാനേജർ, മറൈൻ സർവേയർ തുടങ്ങിയിട്ടുള്ള വിധങ്ങളായിട്ടുള്ള തിളങ്ങുന്ന ജോലികൾ കിട്ടാനുള്ള സാധ്യതയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി നടത്തുന്ന കുറെ കോഴ്സുകൾ എന്നുള്ളതാണ്. ഞാൻ കലാംസ് ബ്ലോഗിൽ അബ്ദുൽ കലാം. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ഇത്തരത്തിലുള്ള കോഴ്സുകളിലേക്ക് 4 സ്കൂളുകളാണ് അതിന് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് നോട്ടിക്കൽ സയൻസ് സ്കൂൾ, അതിൽ ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് 1 വർഷത്തെ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ BSc നോട്ടിക്കൽ സയൻസ് 3 വർഷത്തെ ഡിഗ്രി കോഴ്സുകളാണ് കൊടുക്കുന്നത്. ഇത് മറ്റേ കൊച്ചിയിലെ ക്യാമ്പസിലുണ്ട്. മറൈൻ എഞ്ചിനീയറിംഗ് ടെക്നോളജി എന്നുള്ളത് ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് കൊടുക്കുന്നുണ്ട്. 4 വർഷത്തെ ബിടെക് കോഴ്സാണ് കൊടുക്കുന്നത്. സ്കൂൾ ഓഫ് നേവൽ ആർക്കിടെക്ചറിന് കൊടുക്കുന്നുണ്ട്. ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷൻ എഞ്ചിനീയറിംഗ് എന്ന്, അതുപോലെ തന്നെ ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എന്ന് വേറൊന്ന്, BSc ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് മെയിൻ്റെനൻസ് റിപ്പയർ എന്ന് പറഞ്ഞിട്ട് വേറൊരു കോഴ്സുകളാണ് നേവൽ ആർക്കിടെക്ചറിന് കൊടുക്കുന്നത്. അതുകൂടാതെ മാരിടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള വേറെ കോഴ്സും കൊടുക്കുന്നത്. അതിൽ BBA കോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 6 ക്യാമ്പസുകളാണ് പ്രധാനമായിട്ടുള്ളത്. കേരളത്തിനകത്ത് കൊച്ചിയിലുണ്ട്, ചെന്നൈ, കൽക്കട്ട, വിശാഖപട്ടണം, നവി ബോംബെ, അതുപോലെ കൊച്ചിയിലുണ്ട്. അതിൽ BSc നോട്ടിക്കൽ സയൻസ് ആണ് കൊടുക്കുന്നത്. 3 ഇയർ ഗ്രാജുവേഷൻ കോഴ്സാണ്. പിന്നെ വരുന്നത് കേരളത്തിനകത്ത് തന്നെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള 1-2 കോളേജുകളുണ്ട്. അതിൽ ഒന്ന് പ്രധാനപ്പെട്ട ഒരു കോളേജ് എന്ന് പറഞ്ഞാൽ കുസാറ്റുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കുഞ്ഞാലി മരക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മറൈൻ ടെക്നോളജി എന്നുള്ളതാണ്. അതിൽ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമിനേഷൻ നടക്കുകയാണ്. 1000 രൂപയാണ് അപേക്ഷ ഫീസ്. SC/ST കുട്ടികൾക്കാണെങ്കിൽ 750 രൂപ കൊടുക്കും. മാനേജ്മെന്റ് കോഴ്സിനാണെങ്കിൽ 200 രൂപയും, SC/STക്ക് ആണെങ്കിൽ 140 രൂപയാണ് അവർക്ക് നൽകേണ്ടത് എന്നുള്ളതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന ദിവസം എന്ന് പറയുന്നത് 5/5/2024 അതായത് മെയ് മാസം 5-ാം തീയതി അതിന് അവസാനിക്കുന്നതാണ്. എക്സാം നടക്കുന്നത് 8/6/2024 ക്ലാസ് തുടങ്ങുന്നത് 1/8/2024 എന്നുള്ളതാണ്. ഇതിനെല്ലാം തന്നെ വേണ്ട പ്രധാനപ്പെട്ട യോഗ്യത എന്നാണ് +2 പാസ്സാകുക എന്നുള്ളതാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എടുത്തിട്ടുണ്ടാവണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അതിനുശേഷം ഈ പറയുന്ന കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്നുള്ള പരീക്ഷ, അത് 8/6/2024 നടക്കുന്നത്, അതും കൂടി പാസ്സാകുക എന്നുള്ളതാണ്. എൻട്രൻസ് എക്സാമിന്റെ 8 സെന്ററുകൾ കേരളത്തിനകത്തുണ്ടെന്നതാണ്. കൊല്ലം, തൃശ്ശൂർ, കോട്ടയം, തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി, പാലക്കാട് തുടങ്ങിയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇതിന്റെ സെന്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 5/5/2024 എന്നുള്ളതാണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോസ്പെക്ട്സ്, അതിന്റെ അപേക്ഷയുടെ മുഴുവൻ ഡീറ്റെയിൽസും അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതും കൂടി അധിക വായനയ്ക്ക് വേണ്ടി അതും കൂടി ഒന്ന് നോക്കുക. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ പറ്റും. അൺമാരീഡ് ആയിട്ടുള്ള 25 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. പെൺകുട്ടികളാണെങ്കിൽ 27 വയസ്സിൽ താഴെയുള്ളവരായിരിക്കണം മാത്രമേ ഉള്ളൂ. വിത്ത് യൂസ്വൽ റിലാക്സേഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. സ്വപ്നതുല്യമായിട്ടുള്ള ജോലികൾ നേടാനുള്ള ഗംഭീരമായിട്ടുള്ള കോഴ്സുകൾ ചേരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. അടുത്ത ഒരു എപ്പിസോഡിൽ പുതിയ ഒരു വിഷയമായി കാണുന്നവരെ ഗുഡ് ബൈ.